ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പം 7 മണി ആവാറായി. ഞാൻ 6:30 അലാറം വെച്ച് കിടന്നതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. ഇന്നെനിക്കൊരു ഷൂട്ട് ഡേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഷൂട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂരാണ് ഷൂട്ട്. സോ വെൽക്കം. ഞാൻ തലേ ദിവസം കുളിച്ചിട്ടാണ് കിടക്കാറ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു ആൻഡ് ഫേസ് വാഷ് ചെയ്തു. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഞാൻ തലേന്ന് ഫ്രഷ് ആയിട്ടാണ് എപ്പോഴും കിടക്കാറ് കേട്ടോ. പെട്ടെന്ന് കുറവുണ്ട്. ഞാൻ ഇവിടെ ഒരു ലൈറ്റ് കൂടെ ഇടണം. അപ്പോൾ എന്തായാലും റെഡി ആവാം. ഡ്രസ്സ് മാറ്റാം കേട്ടോ. ടൈമായി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഞാനങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. ഇത് ശരിക്കും 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കമ്പൈൻ ചെയ്ത് ഒരു ദിവസമായിട്ടിടുന്നത്. അങ്ങനെ ഞാൻ വീട് ലോക്ക് ചെയ്ത് നടന്നിട്ടാണ് ഓഫീസിൽ പോയിട്ട് നടക്കാനുള്ള ദൂരം 2 കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ. ഇത് എൻ്റെ ഓഫീസാണ് ഗൈസ്. അക്കാഡമിയാണ് ശരിക്കും. അപ്പം അങ്ങനെ ഒരു ലുക്കാണ്. എനിക്ക് ഈ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. എവിടെ പോവാ? അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി ഗൈസ്. ഇത് 2012 പുറത്തിറങ്ങിയ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ പെണ്ണ് കാണാൻ ചിത്രീകരിച്ച ഗൃഹമാണ് ഗൈസ്. ആ ഗൃഹത്തിലോട്ടാണ് ഗൈസ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങളെത്തി ഗൈസ്. പറഞ്ഞത് ക്ലിയർ ആയോ എന്നറിയില്ല. ഇത് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളുടെ വീട് തന്നെയാണ്. ഉസ്താദ് ഹോട്ടലിലെ ആ പെണ്ണ് കാണൽ സീൻ എടുക്കുന്നത് ഒക്കെ ഉള്ള സിനിമ ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. ഷൂട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങോട്ട് പോയി. ഇതാണ് രാംദാസ്. പിന്നെ ഇത് യദു. സ്ക്രീൻ ടൈം എത്രയിട്ടാ? അങ്ങനെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ അക്കാഡമിയിലേക്ക് പോകുന്നുണ്ട്. ബാക്കി ഷൂട്ടൊക്കെ അവിടെ വെച്ചിട്ടാണ്. ആൻഡ് യാ ബൈ. ഞങ്ങളുടെ ഷൂട്ട് ലൊക്കേഷൻ പാക്കപ്പ് ഗൈസ്. ഈ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് പോകണം. ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഹായ് ഗൈസ്. രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്തത് അതെ, അതുകൊണ്ട് നമ്മൾ വേറെ ഷൂട്ട് ചെയ്യണം. ഇതാ ഷൂട്ട് കഴിഞ്ഞ് അവൻ എന്നെ തിരിച്ച് എൻ്റെ റൂമിലാക്കാൻ വേണ്ടി പോകട്ടോ. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോകണം ഗൈസ്. പെട്ടെന്ന് പോയില്ലേ? ഓക്കെ ഗൈസ് ബൈ. അയ്യോ ഗൈസ്, ഇന്നൊരു ഓട്ടോ ആയിരുന്നു. ഞാൻ ജോബും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇന്നൊരു ഷൂട്ട് ചെയ്യായിരുന്നു. യൂഷ്വലി നമുക്ക് ഇത്ര വർക്കുകളുണ്ട്, ഭയങ്കര എൻഗേജിങ് ആണ് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നൊരു നമ്മൾ പറയില്ല, നശിച്ച ദിവസം അങ്ങനത്തെ ഡേ ആയിരുന്നു കേട്ടോ. ലൈക്ക് രാവിലെ നമ്മളൊരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഷൂട്ടിംഗ് സ്പോട്ട് എടുത്തു. അവരുടെ പെർമിഷൻ, ഒരു വീട്, ആ പുള്ളിൻ്റെ വീട് നമ്മൾ പെർമിഷൻ എടുത്തു. അവിടെ പോയി ഷൂട്ടൊക്കെ ചെയ്ത് ഈവനിങ് ആയപ്പോൾ വേറെ കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇത് നൈറ്റ് ഇരുന്ന് ഒരു 2 hours ഇരുന്ന് ഞാൻ വേറൊരു ആളുകൂടി രാംദാസ് ഞങ്ങൾ രണ്ടുപേരാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് 1 മണിക്കൂർ ഇരുന്ന് വേറൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് പോയി അവിടെ ഷൂട്ട് ചെയ്ത് പകുതിയായി ഇരുന്നപ്പോഴത്തേക്കും ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല, അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ പോയി ഷൂട്ട് ചെയ്ത് പകുതിയായി ഇരുന്നപ്പോഴത്തേക്കും എൽസിയുടെ ലൈറ്റിൻ്റെ ചാർജർ എടുത്തില്ല. അതിൻ്റെ ചാർജ് തീർന്നു. പിന്നെ തിരിച്ച് ഓഫീസിലുള്ള ചാർജർ എടുത്ത് പോയി. ഹെക്റ്റിക് പരിപാടിയായിരുന്നു. ഇപ്പോഴൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിൽ വന്ന് കുളിച്ചു ഇരിക്കും. സോ ഇറ്റ്സ് എ വൈൻഡിങ് അപ്പ് വീഡിയോ ഗൈസ്. നാളെ വേറൊരു വ്ലോഗായിട്ട് വരാം ഗൈസ്. സൗണ്ട് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിത് ലൈക്ക് കട്ട് ചെയ്ത് കേൾക്കാൻ നിങ്ങൾക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ റെഡിയായി. ഞാൻ ആദ്യം വേറെ ടോപ്പ് കാണിച്ചു. ഞാൻ 2-3 ടോപ്പിക്ക് നോക്കി. എനിക്കൊന്നും ഇഷ്ടമില്ല. പിന്നെ ഇതിന് ഈ ഷോർട്ട് തന്നെ എടുത്തു. എന്നിട്ട് ഇതാ ഇപ്പോൾ ടൈം വന്നിട്ട് പോകും 7:15 കഴിഞ്ഞു. രാമൻ വരണം. രാമൻ വന്നിട്ട് നമുക്ക് വൈറ്റിലോ സൗത്തോ പോയിട്ട് ബസ് വെച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ പോലെല്ലാം ഇത് നമുക്ക് പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ രാമൻ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടെ നിട്ടുന്നുണ്ട് സെറ്റോ വന്നിട്ടില്ലല്ലോ. നമുക്ക് പതുക്കെ ടൈം എടുത്ത് സെറ്റ്. ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ഇവിടുത്തെ ഡോറ് ഇത്തിരി പ്രശ്നമാണ്.
അങ്ങനെ ഞാൻ റൂം ലോക്ക് ചെയ്ത് ഇറങ്ങി. തലേദിവസം ഷൂട്ട് ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഡേൻ്റെയാണ്. ഇന്ന് വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ കോണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡോട്ടിനാണ് ഷൂട്ട്, അല്ല ഗൈസ് തൃശ്ശൂരാണ് ഷൂട്ട്. അപ്പോൾ നമുക്ക് ട്രൈപോഡും ലെൻസൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട്. അപ്പം അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ജാതി വരുമ്പോഴുണ്ട് കാണാൻ. റിംഗ് ലൈറ്റ് മുകളില് ഇതാണ് പറയണേ. ഇതുപോലുള്ള ബുദ്ധിയില്ലാത്തവരെ കൊണ്ട് നടന്ന ഇങ്ങനെ എനിക്കറിയുന്ന ഏറ്റവും വലിയ സ്ലോ മോഷൻ അമൽ നീരച്ചറിന്റെ പടമൊന്നുമല്ല. ഞാനിപ്പോ കാണിച്ചുതരാം ഒരു മുതലിനെ. അതാണ് ഞങ്ങൾ ആദ്യം ബസ്സിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ടൂ വീലറിൽ തന്നെ പോവാന്ന് വിചാരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോരാത്തന്നെ മഴ പെയ്തിട്ട് റോഡ് മൊത്തം ചെളിയായിരുന്നു. വണ്ടിയിൽ പോകുമ്പോൾ ഫുള്ള് മുഖത്തടിക്കുന്നു. പക്ഷെ ഇത് നല്ല രസമല്ലേ മഞ്ഞൊക്കെ. ആൻഡ് ഞങ്ങളവിടെ എത്തി. ഇൻ ബിറ്റ്വീൻ ഷൂട്ടാണിത്. ഏതോ ഏതോ എന്റെ കൊണ്ട് ഈ കറക്കൊരു വല്ലാത്ത കറക്കമായിരുന്നു. ഞങ്ങൾക്ക് ഒരു POV ഷോട്ട് വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ബഹളാണിത്. അപ്പം ഞങ്ങൾ ആരും അവിടെ നിൽക്കാൻ പാടില്ല. എന്നാൽ ഞങ്ങൾക്ക് അകത്ത് പോയി ഇരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ക്യാമറ കറങ്ങുമ്പോൾ ക്യാമറയുടെ കൂടെ കറങ്ങുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എങ്ങനെയുണ്ട് ഷൂട്ടൊക്കെ? ഇതിലൂടെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം ഗൈസ്. ഇത്രയും ഇവിടെ ബഹളം നടക്കുന്നുണ്ട്, ഇത്രയും ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. അതൊരു ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ തന്നെ കാണിച്ചുതരാം. ഏതോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കാർ തിരിച്ച് തൃശ്ശൂർ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ഞങ്ങൾ അനസിറ്റയുടെ കാറിലാണ് പോയത്. ഞങ്ങൾ വീഡിയോഗ്രാഫറാണ്, പുള്ളി പോകുന്നുണ്ടായിരുന്നു. ബാക്കി ഒരു ഷോട്ടോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ബൈ.